ഓട്ടോ ഒന്നും പല സ്ഥലത്തും പല ഹോട്ടലുകളിലും കയറ്റുന്നില്ലെന്നേ. അയ്യോ വരില്ലേ എന്ന് പറയും, കാരണം ഓട്ടോ എല്ലാം പുറത്താണ്. പക്ഷെ എന്റെ പൊന്നു, ഞാൻ പെടുട്ടോ മിക്കവാറും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇത് എന്താ 1 കിലോമീറ്റർ ഒക്കെയാണ് ആൾക്കാർ ക്യൂ. ഇവിടെ ഇല്ല, പെട്രോൾ ഇല്ല, തീർന്ന്. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ഇത് അനങ്ങുന്നില്ല. അരമണിക്കൂറായി ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. പോലീസ് പിടിച്ചു. ഗോയിങ് ടു സിഗിരി. നമ്മൾ മിക്കവാറും കൂട്ടിക്കെട്ടേണ്ടി വരും കേട്ടോ. സൈർ ഭായ്, ഞാനിന്ന് എന്താ ചെയ്യാ? ഇവിടെ ഇന്ധനം കിട്ടാതെ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ പോവാണോ? അയ്യോ സൈർ ഭായ് പോവല്ലേ. ഇത്രയും ദിവസം ഇവിടത്തെ ഓട്ടോ യാത്രയിലെ എന്താ പറയാ ദുരിതത്തിന് കൂട്ടാളിയായി എന്റെ കൂടെ നിന്ന സൈർ ഭായ് ഇന്ന് തിരികെ മടങ്ങുകയാണ്. ഇന്ധനോ ഇല്ല, ഐലസാ. നമുക്ക് ട്രംപിനോട് വിളിച്ച് പറഞ്ഞാലോ യുദ്ധം തീർക്കാൻ. ഇന്ധനം ഇല്ലാന്നാ പറയുന്നത് മൊത്തത്തില്. മൊത്തത്തിൽ പണി വാളിയിരിക്കുക. രാവിലെ എണീറ്റ് എന്താ ചെയ്യുന്ന? എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഡ്രോണും ഇല്ല, ഡ്രോണും ചീത്തയായി. അത് റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്ന പരിപാടി നടക്കുന്നില്ല ഇവിടെ. അത് റിപ്പയർ ചെയ്യുന്ന ഷോപ്പൊക്കെ ഇല്ല. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ പണി വാളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം സൈർബായും പോകുന്നു. എന്തൊരവസ്ഥയാണ് നോക്കി. ഞാൻ ഇപ്പം എന്താ ചെയ്യാ? ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഇത് ബിയർ ഒഴിച്ചാൽ ഓട്ടോ ഓടുവോ? ഇവിടെ ഇന്നലത്തെ കാട്ടി ചീപ്പാ ബിയർ. അതിന് ക്ഷാമമില്ല, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ അമ്മോ, എന്തൊരവസ്ഥ നോക്കി. രക്ഷപ്പെട്ട് ഓടുകയാണോ? രക്ഷപ്പെട്ട് ഓട്. 12 മണിക്കൂർ കണ്ടതാ. അപ്പൊ ഐ മിസ് യു മാൻ. ഞാൻ ഇതിനുണ്ടാവും ഒരാഴ്ച കൂടെ. അങ്ങനെ സഹീർ ഭായി പോയി. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാണ്. അപ്പോൾ അത് കാരണം ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വാഹനങ്ങൾ ഓൺ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇവർ നമ്മുടെ വാഹൻ സൈറ്റ് പോലത്തെ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് QR കോഡ് കണ്ടെത്തണം. QR കോഡ് എടുത്തിട്ട് ഇവർ ഫ്യൂവൽ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഓരോ വണ്ടിക്ക്, ഇപ്പം ഓട്ടോറിക്ഷയ്ക്ക് ഒരാഴ്ചയിൽ 15 ലിറ്റർ ഫ്യൂവൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഈ രാജ്യത്തെ ഫ്യൂവൽ ലഭ്യത കുറവായതുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടികൾക്കും ഓരോ ആഴ്ചയിൽ ഫ്യൂവൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള റെസ്ട്രിക്ഷൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ ഏതോ ഒരു വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് QR കോഡ് എടുക്കണമെന്നാണ് പറയുന്നത്. അതൊരു ചെറിയൊരു കൺസേൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. മോട്ടോർ കാർ 15 ലിറ്റർ, മോട്ടോർ സൈക്കിൾ 5 ലിറ്റർ, 3 വീലേഴ്സ് 15 ലിറ്റർ, വാൻ 40 ലിറ്റർ, അങ്ങനെയൊക്കെയാണ് ഇവർ വീക്ക്ലി ഫ്യൂവൽ ഇത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ QR കോഡ് കാണിച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് ഇപ്പം. പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ടുക്ക് റെൻറ്റിനെടുത്ത കമ്പനിയുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് അവർ പറയുന്നതെന്നുള്ളത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിയാലും നമുക്കിനി ഫർദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്യൂൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ യുദ്ധം നടക്കുന്നത് കാരണം ഫ്യൂവൽ ഷോർട്ടേജ്, ഇപ്പോൾ ഇന്ത്യയിൽ ഗ്യാസിൻ്റെ ഷോർട്ടേജ് പറയുന്നു, ഇന്ത്യയിലും ഫ്യൂവൽ ഷോർട്ടേജിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നമുക്ക് എഫക്റ്റീവ്ലി കാണാൻ സാധിക്കും. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് കംപ്ലീറ്റ് എല്ലായിടത്തും പെട്രോൾ പമ്പുകളിൽ ഭയങ്കര തിരക്കായിരുന്നു. അത് തന്നെ ടൂറിസ്റ്റുകൾക്ക് ക്യൂ നിൽക്കാതെ ഫ്യൂൽ അടിക്കാമെന്നൊക്കെ പലയിടത്തും പറയുന്നുണ്ട്. സോ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. മാക്സിമം ടൂറിസമാണല്ലോ ഇവിടുത്തെ റവന്യൂ. അപ്പോൾ ടൂറിസ്റ്റുകളെ അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കൊളംബോയിൽ എത്തിയ സ്ഥിതിക്ക് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുന്ന് ജാഫ്നയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. സോ അത് എത്രത്തോളം ഇനി പോസിബിൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ജാഫ്ന എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ നോർത്തേൺ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ജാഫ്നയിൽ പോയിട്ട് നമ്മുടെ രാമേശ്വരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുന്ന് 400 കിലോമീറ്റർ ഉണ്ട് ജാഫ്നയിലേക്ക്. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ഔട്ട്. എന്തായാലും ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. കാരണം 12 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇറക്കി വിടും. നമുക്ക് ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് ഇനി ചെയ്യുക എന്നുള്ളത്. ഓൾ ഗുഡ് അല്ലേ? എല്ലാം എടുത്തല്ലോ അല്ലേ? നോക്കട്ടെ.
നമ്മുടെ ഓട്ടോറിക്ഷ ഇന്നലെ ഇവിടെ ഹിൽട്ടണിൽ വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്ലിപ്പൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. തിരിച്ച് നമ്മളിപ്പോൾ താഴെ പോയിട്ട് വാലറ്റ് പാർക്കിങ് വഴി നമ്മുടെ ഓട്ടോറിക്ഷ എടുത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ശരിക്കും ഉണ്ടല്ലോ, ഓട്ടോറിക്ഷയൊക്കെ വാലറ്റ് പാർക്കിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ വന്ന് താമസിച്ചാലേ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റൂല്ലല്ലോ. അതാണ് ഞാനിവിടെ വന്ന് ചാവി വാലയ്ക്ക് കൊടുത്ത് ചാവി ആൾ കണ്ടപ്പോഴത്തേക്കിനും ഇതാണോ വണ്ടി നീ പറഞ്ഞ അതേന്ന് പറഞ്ഞ് പുള്ളി പോയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി, ഇതുവരെ എൻ്റെ വണ്ടി വന്നിട്ടില്ല. ഗൈസ് ഐ ആം വെയിറ്റിംഗ്. ഞാനിവിടെ പുറത്ത് നിൽക്കുകയാണ്, എൻ്റെ വണ്ടി വന്നിട്ടില്ല. Where is my വണ്ടി? Yes, you took it. Yes. Thank you. Neutral lege only neutral can start. Yeah, there is no switch for starting the switch tuk-tuk. and then Yeah, you actually need a, neutral. Yeah, you just need to. Like that. Huh? Neutral lege. Yeah, it has to be on neutral and you need to turn the key. That's it. Yeah. അത്രേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. So you destination is? I'm going to. I don't know where I'm going. Because I don't know, like I heard that there is some problem with the fuel. Yeah, so I don't know if I get fuel. If I didn't get fuel, I don't know what to do. I want to go to Jaffna. So do we get the fuel without QR code? You can. And always you can call one of these. Yeah, they are sending something here. They will send you the QR. Okay. Then you can pay. Okay. Anyway, thank you. Okay. Yeah. So See you. for the foreigners, we'll do something special. Yeah, I know. I heard that. Let me see what they're doing. Yeah. Thank you. Okay, sir. Yeah, bye. Hello. My friend was there. He left today. Yeah, so I'm alone now. Okay. Thank you. Thank you. അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് തൊട്ടൊക്കെ എടുത്തിട്ട് അതെ ആദ്യം ഒരു പുള്ളി ഈ വണ്ടി എടുക്കാൻ വേണ്ടി ചാവി വാങ്ങിച്ചോണ്ട് പോയേ. അപ്പോൾ പുള്ളിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല, അതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി തിരിച്ചുകൊണ്ട് വേറൊരു പുള്ളി ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളി പോയി വണ്ടി എടുത്തിട്ട് വന്ന് എന്നിട്ട് എനിക്ക് തന്ന്. അപ്പോൾ ഇനി ഫ്യൂവലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാതെ ഇനി എങ്ങനെയാണ് എന്താണ് എന്ന് നമുക്കറിയത്തില്ല. സോ വി വിൽ സീ ദാറ്റ്. താങ്ക് യു. എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് നോക്കട്ടെ. എൻ്റെ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ വണ്ടി റെന്റിനെടുത്തൊരു സ്ഥലമുണ്ടല്ലോ, അവരെനിക്കൊരു അപ്ഡേറ്റ് തരണം. അതായത് എന്താണ് ഇതും കൊണ്ട് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. എന്നാലേ എനിക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ തൽക്കാലം ഒരു 3 കട്ടയുണ്ട്, ഒരു 100 കിലോമീറ്റർ ഈ വണ്ടി ഓടും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കണം, എന്തായാലും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ വാട്ട് ഐ ക്യാൻ ഡു. ഞാനിവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറ്റിയിട്ട് കുറച്ച് നേരം ഞാൻ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് ഫൈനലി ഞാൻ ഇന്ന് ഒരു ദിവസം കൂടെ ഇവിടെ കൊളംബോയിൽ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ 2 റീസൺസ് ഉണ്ട്. ഒന്നെൻ്റെ ഡ്രോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തു, അത് അവർ നാളത്തേക്ക് റിപ്പയർ ചെയ്ത് തരാൻ നോക്കാം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഇന്ധനത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ നമുക്ക് 15 ലിറ്റർ മാത്രം കിട്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസം തന്നെ നമുക്ക് ഒരു ഫുൾ ടാങ്ക് 10 ലിറ്റർ പെട്രോൾ വേണ്ട ഒരു സാഹചര്യമുണ്ട്. 15 ലിറ്റർ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾക്ക് ഒരു ഇത് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടണം. ആ QR കോഡ് ഉണ്ടെങ്കിലേ നമുക്കിനി ഫ്യൂല് കിട്ടുള്ളൂ, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ച ഹോട്ടലിൽ തന്നെ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇന്നിവിടെ സ്റ്റേ. ഇതാണ് ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ഇവിടെ ഒരു ഷോപ്പിംഗ് മോള്. ഭയങ്കര സംഭവമൊന്നുമല്ല, എന്താ പറയുക, ഇവിടുത്തെ ഭയങ്കര സംഭവമാണ്, അത്രയും പറയുള്ളൂ. പിന്നെ മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. കൊളംബോ നല്ല രസമാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര വൈബുള്ളൊരു സിറ്റിയാണ്. ഇഷ്ടം പോലെ ചൈനക്കാരുണ്ട്. ഇവിടെ ഉള്ളതിൻ്റെ അത്ര ചൈനക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രയധികം ചൈനീസ് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. എത്ര ആൾക്കാരാണെന്നറിയോ, എൻ്റെ ഹോട്ടലിൽ തന്നെ രാവിലെ ഒരു 2 ബസ് നിറച്ച ആൾക്കാർ കയറിപ്പോയി, അതേപോലെ വന്നു ഇറങ്ങി. എനിക്കറിയത്തില്ല ഇതിനും മാത്രം ചൈനക്കാർ ഇവിടെ എങ്ങനെയാണ് വരുന്നത്. അത്ര ടൂറിസ്റ്റുകൾ എവിടെ പോയാലും ചൈനീസ് ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശ്രീലങ്കയിൽ, നമ്മുടെ കേരളത്തിൽ എത്ര ചൈനക്കാർ വരുന്നുണ്ട്, പോട്ടെ ഇന്ത്യയിൽ എത്ര ചൈനക്കാർ ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ട്. ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊക്കെ റെഡി ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ഐ ഡോണ്ട് നോ വൈ ചൈനീസ് പീപ്പിൾ അല്ലെങ്കിൽ അതർ പീപ്പിൾ ആർ നോട്ട് കമ്മിങ് ടു കേരള. ഉണ്ട്, പക്ഷെ എന്നാലും ഇവിടെ വരുന്നതിന് അത്ര ഒന്നും ടൂറിസ്റ്റുകളില്ല. പോലീസിൻ്റെ ജലപീരങ്കി കണ്ടോ നോക്കി. ഇതെന്തുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഇനി വല്ല പ്രശ്നമുണ്ടോ?
അപ്പോൾ അമേരിക്കൻ എംബസിയുടെ മുമ്പിലാണ് ജലപീരങ്കി കൊണ്ടിട്ടത്. അമേരിക്കൻ എംബസി, ഇവിടുത്തെ അമേരിക്കൻ എംബസി ഭയങ്കര സ്ട്രോങ് ആട്ടോ, ഭയങ്കര വലിയ സ്ഥലമാണ് അമേരിക്കൻ എംബസി. അല്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അതിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് മാറിയാണ് ഇന്ത്യൻ ഹൈ കമ്മീഷൻ, അതും ഞാൻ കണ്ട്. എല്ലാം സീ സൈഡിലാണ്, ഇതെല്ലാം സീ സൈഡ്, ഈ ഒരു റോട്ടിലാണ് ആ പരിപാടികളെല്ലാം. നമ്മേ ഭയങ്കര ചൂടും, കൊളംബോ ഭയങ്കര ചൂടാണ്. നമുക്ക് ഈ കൊളംബോ വിട്ടിട്ട് നമുക്ക് വല്ല മലയൊക്കെ പോവാം, മലയും കുന്നും മലയൊക്കെ പോവാം. എന്നിട്ട് നമുക്ക് അത് വഴി നമുക്ക് ജാഫ്ന പോവാം. ജാഫ്ന പോയിട്ട് നമുക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനി നമ്മൾ കുറച്ച് ദിവസം കൂടി ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയൊക്കെയാണ് ഈ വണ്ടി പോകുന്നത്. നമ്മൾ ഹോട്ടലിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ ഒരു അയ്യോ വരില്ലേ എന്ന് പറയും. കാരണം ഓട്ടോ ഒന്നും പല സ്ഥലത്തും പല ഹോട്ടലുകളിലും കയറ്റുന്നില്ലെന്നേ. പിന്നെ നമ്മൾ ഗസ്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അവര് ഒന്നും പറയൊന്നുമില്ല. നമ്മൾ കണ്ടല്ലേ, വാലറ്റ് പാർക്കിങ്ങിന് വരെ നമ്മൾ കൊണ്ട് കൊടുത്ത്. ഓട്ടോ എല്ലാം പുറത്താണ്, ഒന്നും അകത്ത് കയറാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഷെരട്ടണിലെത്തി. ഷെരട്ടണിൽ എങ്ങനെയാണ് പരിപാടി എന്ന് നോക്കട്ടെ. യെസ്, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഹായ്, ചെക്ക് ഇൻ. Yes. First floor. First floor. Yes, sir. This will go. Can you take the bag? Yeah. Okay, fine. So where is the parking? Oh, they will park. Oh, good. Okay, fine. Yes. So valet park no? You will do it. Yeah. If you do it, it's okay. I'm happy. Hi. You can park it, right? Okay, no problem. Thank you. Okay. Yeah, that's it. I think I don't have anything to take. Oh, yes, you are here in Sri Lanka. Yeah, it's good. It's been 1 week now. 1 week now. Yeah. Throughout the week, you use the vehicle. This one. Yes, I was riding for 1 week, so I have 1 more week left. I don't know, but like this is a fuel problem happening, right? Yeah, so I'm just waiting for solution from the rented people for going further, because I was planning to drive to Jaffna, but I don't know how it will be. Otherwise, you will have a good time. Yeah. Basically, our duty manager will help you do it. Yeah, I was here last week. Last week. Yeah. Yeah. Thank you. Hi. Yeah, I have a booking under the name Sujit Regunatha. അങ്ങനെ അവിടെയും വണ്ടി വാലയ്ക്ക് കൊടുത്തു. ശരിക്കും ഉണ്ടല്ലോ, വണ്ടി വാല കൊടുത്തതിനല്ല ഒരു ഇത്, ആളുകൾ ടൂറിസ്റ്റുകളോട് ഡീൽ ചെയ്യുന്ന രീതി കണ്ടില്ലേ, എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്ന്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ആൾക്കാർ ടൂറിസ്റ്റുകളോട് ഡീൽ ചെയ്യുള്ളൂ. ഭയങ്കര എന്താ പറയുക, അതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്നൊരു പ്രിവിലേജാണ്. നേരെ മറിച്ച് നമ്മൾ US-ലോ യൂറോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രിവിലേജ് ഒന്നും കിട്ടത്തില്ല. അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ആയിരിക്കും, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ റൂമിൽ വന്നു. എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാമേ. ഇതുണ്ടോ, എനിക്കിതുണ്ട്. ഇവിടെ നമുക്ക് ഫുള്ള് കടലൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ആ കാണുന്ന ബിൽഡിംഗ് അതൊരു ഹോട്ടലാണ്, അമാരി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഫുള്ള് ഇങ്ങനെ കടലൊക്കെ കണ്ടിട്ടുള്ള കടല വ്യൂ ആണ്, കടല വ്യൂ. ഇത് കണ്ടിട്ട് ഇതെനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ദിസ് ഈസ് ആൻ അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ ഇതിലെവിടെയൊക്കെ ട്രെയിൻ പോകും, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കിത് ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് ഒന്ന് പോകണം. അവിടെയാണ് ഞാൻ എൻ്റെ ഡ്രോൺ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷേ അവരെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് പരിപാടി. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇത് ഞാൻ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്ത റൂമാണ്. കാരണം എനിക്ക് മാരിയറ്റിൻ്റെ പോയിൻറ്റ്സ് ഇഷ്ടം പോലെ എനിക്കുണ്ടായിരുന്നു. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ക്രെഡിറ്റ് കാർഡ് പോയിൻറ്റ്സ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത റൂമാണ്. അപ്പോൾ ഇവിടെ ശ്രീലങ്കൻ ട്രിപ്പിൽ ഞാൻ ഒത്തിരി സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പോയിൻറ്റ്സ്, ശ്രീലങ്കൻ ട്രിപ്പിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ട്രാവലിങ്ങിനിടയ്ക്ക് നമുക്ക് ഒത്തിരി സ്ഥലത്ത് നമുക്ക് ഇതേപോലെ പോയിൻറ്റ്സ് റിഡീം ചെയ്ത് നമുക്ക് താമസിക്കാൻ പറ്റും. പല സ്ഥലത്തും പല സമയത്തും ഞാൻ ഈ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് റൂം ബുക്ക് ചെയ്യുന്നതാണല്ലോ. ആരും എന്താ പറയുക, ഫ്രീ ആയിട്ട് തരുന്നല്ല, നമ്മൾ പോയിൻറ്റ്സ് റിഡീം ചെയ്ത് റൂം ബുക്ക് ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. സോ നമ്മളതല്ലാതെ വേറെ പല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം. സോ റിഗാർഡിങ് ദ ടുക് അപ്ഡേറ്റ്, അവരെനിക്ക് മെസ്സേജ് അയച്ചു. അവരെനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അവരെനിക്ക് അയച്ച സംഭവം tukrental.com എന്ന് പറഞ്ഞാൽ അവരാണല്ലോ നമുക്ക് എടുത്തിരിക്കുന്നത്. ഇവരെഴുതിയിരിക്കുന്നത് നോ ഫ്യൂവൽ ഇഷ്യൂസ് ഫോർ ടൂറിസ്റ്റ് വിസിറ്റിംഗ് ശ്രീലങ്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ പറഞ്ഞ ഡ്രൈവിംഗ് ടു ജാഫ്ന ഈസ് പോസിബിൾ, but due to the current fuel situation it might be challenging to fill a full tank fuel every day as you used to do. There is fuel available in the country, but some stations may have longer queues or limited supply. We recommend planning your route carefully and refilling whenever you find a station with the fuel to ensure you don't run along the way.
We are trying our best to send the QR code today. The system is running very slow because many people are trying to log in, but we will do our best to get today as soon as possible. In the meantime, the government has confirmed that tourists will not be affected by the current fuel situation. You can try showing this publicly shared news item to see if they will allow to get tourists on priority basis. അതായത് ടൂറിസ്റ്റ് ആണെങ്കിൽ ക്യൂ പോലും നിൽക്കാതെ പെട്രോൾ പമ്പിൽ നിന്നും ഫ്യൂൽ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് QR കോഡ് ഒന്ന് കിട്ടണം. QR കോഡ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാനിവിടെ ഇറങ്ങും. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ന് പറഞ്ഞാൽ അവർ QR കോഡ് അയച്ചു തന്നു. അവർ പറയുന്നത് QR കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ലിമിറ്റ് ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് അത് എക്സെപ്ഷൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ ടുവാർഡ്സ് ജാഫ്ന. ഇനിയിപ്പം ജാഫ്ന എന്ന് പറയുന്നത് ഇവിടെ നല്ല ദൂരമുണ്ട്, 400 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ജാഫ്ന ഓടിയെത്താൻ പറ്റില്ല. സോ നമ്മൾ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലൊക്കെ നിന്ന് അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ജാഫ്ന പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് പോകേണ്ട കുറച്ച് സ്ഥലങ്ങളെന്ന് പറയുന്നത് നമ്മുടെ രാമേശ്വരം ധനുഷ്കോടിയില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ശ്രീലങ്കയുടെ ഒരു ഭാഗമുണ്ടല്ലോ, തലൈമന്നാറെന്നും പറഞ്ഞുകൊണ്ട് രാമസേതു ഒക്കെയുള്ള ആ കണക്ട് ചെയ്യുന്ന ഭാഗം, അവിടെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അത് നമ്മളുടെ ഒരു സ്പോട്ടാണ്. സോ അങ്ങോട്ടേക്കൊക്കെ പോകണം. എന്തായാലും ലെറ്റ്സ് ഗോ. Good. Thank you. Good morning. Wait. The jacket and hat I put there. You kept it inside? Yeah. Oh, the Emirates crew is staying here? Yeah. Okay. Great crew is stay here, sir. Really? Yes, sir. Stay you? Thank you. Thank you. You're from India? I'm from India. Which area in India? Kerala. Kerala. I'm your neighbor. Yeah, Kerala. I went in the Hyderabad. You went to Hyderabad? Yeah, and before working Sri Lanka Army. That time I went. You were in Sri Lankan Army? Yeah. So ex-army officer? Yes, I do. Now I went with the military course in India. Oh, really? Yeah. Okay, nice. Thank Okay, you. sir. Thank you. അമ്മേ, അങ്ങനെ നമ്മളിന്ന് ഇന്ന് 200 കിലോമീറ്റർ വണ്ടി പിടിക്കുകയാണ് നമുക്ക് ഇന്ന്. 200 കിലോമീറ്റേഴ്സ്. സോ സൂപ്പർ എക്സൈറ്റഡ്. പുറകിലൊരു ബസ്സിൽ എമിറേറ്റ്സിന്റെ ക്രൂ വന്നിറങ്ങുന്നു. ഇന്നലെ ആ ചേട്ടനെ ഓട്ടോ കൊണ്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ പുറകിൽ സൈർബൈഡ് ഒരു ജാക്കറ്റ് മറന്നു വെച്ചതും പിന്നെ വേറെ ഒന്നും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളി എടുത്ത് ലോക്ക് ചെയ്ത് വണ്ടിയുടെ ഇതിനകത്ത് സീറ്റിന്റെ അടയിലിട്ടു. ബൈ. Yeah, I'm checking out. ഞാനിവിടുത്തെ വലിയ ഫേമസ് ആളായി. നമ്മളിങ്ങനെ ടുക്കായിട്ട് സോ അങ്ങനെ we are going today. Bye. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സിഗിരിയ റോക്കൊക്കെ ഇല്ലേ, അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഞാൻ ആക്ച്വലി പോകുന്നതെന്ന്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നെ അവിടെ നിന്നിട്ട് പോകണം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വണ്ടി പിടിച്ച് പോകാൻ പറ്റില്ലല്ലോ. രാവിലെ ട്രാഫിക് ഒക്കെ കുറവായിരിക്കും എന്ന് കരുതി രാവിലെ ഇറങ്ങിയതാ. ട്രാഫിക്കിനൊരു കുറവില്ല, ഭയങ്കര ട്രാഫിക് രാവിലെ. ഇവിടെ ഈ ഇന്ധനക്ഷാമം കാരണം പല സ്ഥലങ്ങളിലും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താനുള്ള നീക്കമൊക്കെ സർക്കാർ നോക്കുന്നുണ്ട്, റോഡിൽ വണ്ടികൾ കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ വണ്ടികൾ കുറവൊന്നുമില്ല, ഇഷ്ടംപോലെ വണ്ടികളാണ്. വണ്ടികൾ അങ്ങനെ ചുമ്മാ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ കാണുന്ന ട്രക്കുകളും വണ്ടികളും എല്ലാം ഫ്യൂൽ സ്റ്റേഷനിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. നോക്കി, എൻ്റെ പൊന്നു, ഞാൻ പെടുട്ടോ മിക്കവാറും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇത് എന്താ 1 കിലോമീറ്ററൊക്കെയാണ് ആൾക്കാർ ക്യൂ. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല. എവിടെ ബ്ലോക്ക് വരുന്നോ അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ പെട്രോൾ പമ്പുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൊത്തം ബ്ലോക്കാണ് കേസ്. അതായത് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ആൾക്കാർ കഷ്ടപ്പെടുകയാണ് പെട്രോൾ കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കുകയും അല്ലേ, ഈ ഇതൊക്കെ മറ്റേ യുദ്ധം കാരണം സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ വരാതെയും മറ്റുമൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളല്ലേ. 1 കിലോമീറ്ററായി, 1 കിലോമീറ്ററൊക്കെയാണ് വണ്ടികൾ ക്യൂ നിൽക്കുന്നത്. എൻ്റെ ദൈവം, ഇത് ഞാൻ ഇന്ന് പെടുട്ടോ പെട്രോൾ കിട്ടാൻ. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് സിറ്റിയുടെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ക്യൂവിൻ്റെ നീളം കുറയുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ പോകുന്നത്. എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു വിമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അവരെ കൊണ്ടുവച്ചതല്ല, ഉണ്ടാക്കുന്ന വിമാനം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അടിപൊളി ഉള്ളവേ. സാറാ വിമാനം പലയിടത്തും വാങ്ങിച്ചുകൊണ്ട് വന്ന് വെക്കാറുണ്ട്, പഴയ വിമാനങ്ങൾ എടുത്തിട്ട്. പക്ഷേ ഇത് ഉണ്ടാക്കുക. ഇറ്റ്സ് ടൈം ടു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഈ ജനകീയ ഔഷധശാല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജനകീയ ഭക്ഷണശാലയുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. നോക്കട്ടെ എന്താ ഉള്ളത്. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്.
കൈ കഴുകുന്ന സ്ഥലം ഇവിടെ തന്നെയാണെന്ന് തോന്നി. ഇവർ പാത്രം കഴുകുന്നത്. ഇത് ഈ കുടുംബശ്രീക്കാർ പോലെയുള്ള ആൾക്കാരുടെയാണ് ഇത്. അപ്പോൾ ഇവർ ഓരോ ആൾക്കാർ, ഇപ്പോൾ അപ്പുറത്തെ ചേച്ചി അത് അപ്പം ഇടും, ഈ ചേച്ചി ദോശ ഇടും, ഈ ചേച്ചി വേറെന്തോ അട്ടയപ്പം അങ്ങനെ സാധനങ്ങൾ, അപ്പുറത്ത് അവിടെ ഇടിയപ്പം. അപ്പോൾ ഈ ചേച്ചിയുടെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ദോശ തരാൻ പറഞ്ഞു. അപ്പോൾ ഫ്രഷ് ദോശ ചുട്ട് തരും, ദോശയും പടി. ഇങ്ങനത്തെ ജനകീയ ഭക്ഷണശാലകൾ ഇവിടെ ശ്രീലങ്കയിൽ പല സ്ഥലത്ത് ഞാൻ കണ്ടായിരുന്നു. ഈ കുടുംബശ്രീക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. കുടുംബശ്രീ ഓൾറെഡി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടല്ലോ, ഇവരൊക്കെ ഇത് തന്നെയാണ്. പക്ഷേ നല്ല വൃത്തി മെനയായിട്ടാട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ദോശയും. ഓ, ഈ വട പെട്ട് വേസ്. വട ഭയങ്കര ഹാർഡാണ്, ഉഴുന്നുവട. പക്ഷെ ദോശ കുഴപ്പമില്ല കേട്ടോ. ദോശ ഫ്രഷ് ചുട്ടതും സാമ്പാറും പിന്നെ 2 കൂട്ടം ചട്നിയും. ഇതിന് ഇവിടുത്തെ 200 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ 60 രൂപ. ഓ, പൊളി ടേസ്റ്റ്, അടിപൊളിയാണ്. ഇവിടെ തട്ടുകടകൾ സൂപ്പറാണോ. 2 ദോശ ഒരു വടയും കഴിച്ച് വയറ് നിറഞ്ഞ് നല്ല കട്ടിയുള്ള ദോശയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചട്നിക്കും ഇതിനൊക്കെ. ശരിക്കും ഈ സിംഹള ഫുഡല്ല ഈ ദോശ. അത് ഈ തമിഴ് കൾച്ചർ ഇവിടെ വന്നപ്പം ഉണ്ടായ അങ്ങനെ വന്ന ആണ് ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഇവിടെ. പക്ഷെ ഉണ്ടാക്കി തന്നത് സിംഹള അവരായിരുന്നു. അപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു. ഇനി വണ്ടിയുടെ വയറ് നിറയ്ക്കാൻ ഞാൻ കഷ്ടപ്പാട് വിടും. 2 കട്ടയായി. ഇനി എത്ര ദൂരം ഓടുന്നത് എനിക്ക് അറിയത്തില്ല, നോക്കാം ഗൈസ്. അങ്ങനെ എനിക്ക് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കിട്ടി, വലിയ തിരക്കില്ലാത്തൊരു പമ്പ് കിട്ടി. ഐ തിങ്ക് ഐ ക്യാൻ ഫിൽ ഇറ്റ് ഫ്രം ഹിയർ. ലെറ്റ് മീ സീ. ഇവിടെ കാറിനാണ് തിരക്ക് കൂടുതൽ. ഓട്ടോ ഒരു 5-6 അപ്പുറത്ത് കിടപ്പുള്ളൂ ഇവിടെ വന്നപ്പോഴത്തേക്കിനും. പക്ഷേ ഈ കാറുകാർ കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വരി കിടക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാലും ശ്രീലങ്ക ഈസ് ആക്ച്വലി നോൺ ഫോർ ദിസ് ഫ്യൂവൽ പ്രോബ്ലംസ്. പല സമയത്തും ശ്രീലങ്കയിൽ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്ന സമയത്ത്, പിന്നെ കോവിഡിൻ്റെ സമയത്തും, അങ്ങനെ പല സമയത്തും ഇവിടെ ഈ ഫ്യൂവലിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് രക്ഷയില്ല കേട്ടോ. ഇത് ഭയങ്കരമാണ്. ഇത് ഇട്ടെല്ലാം ട്രംപ് കാരണമാണ്. ഇത് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ട്. ഇത് അനങ്ങുന്നില്ല, ക്യൂ അനങ്ങുന്നില്ല. ഇനി പെട്രോൾ തീർന്നോ ഡീസൽ തീർന്നോ എന്ന് അറിയത്തില്ല. ക്യൂ അനങ്ങുന്നില്ല. കുറേ നേരം ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് എന്താ സംഭവിക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. 1/2 മണിക്കൂറായി ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇവർ QR കോഡൊക്കെ വെച്ച് സ്കാൻ ചെയ്ത് അങ്ങനെ എന്തോ പരിപാടിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇന്ധനം കൊടുക്കുന്നത്. അങ്ങനെയാണ് പണി പാടും. എനിക്ക് എത്ര കിട്ടുമെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ അകത്ത് പോയി പറഞ്ഞു, ഞാൻ ടൂറിസ്റ്റാണ്, എനിക്ക് പെട്രോൾ വേണം, എനിക്ക് QR കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ലിമിറ്റ് ഇത്രേ ഉള്ളൂ, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ 5000 രൂപ വരെയുള്ള പെട്രോൾ നിനക്ക് തരാം. സൂപ്പർ പെട്രോൾ മാത്രമേ ഉള്ളൂ, സാധാ ലോക്കൽ 92 പെട്രോൾ ഇല്ല, കൂടിയ പെട്രോൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഏതായാലും കുഴപ്പമില്ല കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ QR കോഡ് ഇല്ലാതെ തന്നെ പുള്ളി എനിക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു. വലിയ കാര്യമായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, ഒരു മനസ്സിലായിരുന്നു. അതുകൊണ്ട് സെറ്റാക്കി തന്നു. എന്തൊരു അവസ്ഥയല്ലേ, ഈ ബൈക്കാരനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. QR കോഡ് ഇല്ലാഞ്ഞിട്ട് പുള്ളിയുടെ ലിമിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അതാ താങ്ക് യു സർ. അങ്ങനെ പെട്രോൾ കിട്ടി. എന്താ പറയാ, കാര്യം പറഞ്ഞാൽ മതി, അവര് സഹായിക്കും, നല്ല ആൾക്കാരെല്ലാവരും. പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 2000-ന്റെ ഒരു നോട്ട് കിട്ടി. എനിക്ക് ആദ്യമായിട്ടാണ് ശ്രീലങ്കയിൽ 2000-ന്റെ ഒരു നോട്ട് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് പുതിയ നോട്ടാണെന്ന് തോന്നുന്നു. പോലീസ് പിടിച്ചു. ഞാനിങ്ങനെ വരികയായിരുന്നു. ഞാൻ ഒരു ഓട്ടോനെ ഓവർടേക്ക് ചെയ്തപ്പോഴത്തേക്കിനും പോലീസുകാരെന്നെ കൈ കാണിച്ചു. സോറി, ഫ്രം ഇന്ത്യ. Driving license, yes, I will show you. My international license. This is my. I'm going to Sigiriya. Sigiri. Yeah, Sigiriya. In like Sri Lanka? Almost 1 week. 1 week. Yeah. 8 days. 8 days. Yeah. Thank you. ജസ്റ്റ് ചെക്ക് ചെയ്ത് എന്നാ വന്നതെന്ന് ചോദിച്ചു. 1 ആഴ്ച കഴിഞ്ഞ് പറഞ്ഞു തോളത്ത് കെട്ടി യു ക്യാൻ ഗോ.
പുള്ളി പിടിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്താൽ നല്ല ബെൽറ്റ് ഇല്ലല്ലോ, സോറി, നല്ല സ്പീഡിലായിരുന്നു പിടിച്ച്. സാരി എന്ന് വെച്ച് പറഞ്ഞില്ല. അത് യൂഷ്വലി അങ്ങനെ ടൂറിസ്റ്റുകളെ വലിയ ട്രബിൾ ആക്കില്ല, ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അയ്യോ മതിയായി, നമുക്ക് റെസ്റ്റ് വേണം. ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാം അല്ലേ? യെസ്, ഐ സ്റ്റോപ്ഡ്. ഈ ഭാഗത്ത് ഇഷ്ടംപോലെ പൈനാപ്പിൾ ഉണ്ട്. ചെറിയ പൈസയുള്ളൂ, 30 രൂപ, 60 രൂപയ്ക്ക് നല്ല അടിപൊളി പൈനാപ്പിൾ കിട്ടും. നല്ല, ഞാൻ വരുന്ന വഴിക്കൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ ജ്യൂസിന് 250 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും എത്രയായി? 70 രൂപ. പക്ഷേ ഇതിന് മധുരം ഇട്ടവർ, ഞാൻ മധുരം ഇടണ്ടെന്ന് പറയാൻ മറന്നുപോയി. എന്താണെന്നറിയോ, ഇതിൻ്റെ അടിയിൽ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്, ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട ജ്യൂസാണ്. ദാഹം മാറ്റാൻ വേണ്ടിയാണ് ജ്യൂസ് കുടിക്കാൻ പോയത്. അതിനാണ് കൊടുക്കത്തെ മധുരം ഇട്ട്. ഇനിയിപ്പോൾ ദാഹം മാറ്റാനായിട്ട് വെള്ളം കുടിക്കണം. ഇതാണ് അവസ്ഥ. മധുരം ഇടണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി അവരോട്. എന്നാലും ഈ പാവങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് നോക്കി. ശരിക്കും പറഞ്ഞാണല്ലോ, ഇത് ഈ റേഷൻ കൊടുക്കുന്ന പോലെ ഈ പെട്രോൾ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറിസമായിട്ട് വരരുതെന്ന് പറയാൻ ചിലപ്പം നമുക്കൊക്കെ തോന്നിപ്പോകും. പക്ഷെ അവർ ടൂറിസ്റ്റുകളോട് അങ്ങനെ, നമ്മൾ ഇപ്പോൾ ഞാനാണെങ്കിലും പോയി ക്യൂ നിൽക്കണം, വേറെ വഴിയൊന്നുമില്ല. ഇപ്പോൾ ഈ നാട്ടിൽ ടൂറിസ്റ്റായിട്ട് വരുന്ന ഒരാൾ, അവർ പെട്രോൾ വന്നാലും നമ്മൾ 2 മണിക്കൂർ ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അത് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ഇന്ധനം ഇല്ലെങ്കിൽ അടച്ചിട്ടാൽ പോരെ, ഇത് ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇത് ശരിക്കും നമ്മുടെ കേരളം പോലെ ഒരു ഉയർന്ന ജനസാന്ദ്രതയുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. എവിടെ പോയാലും വീടും അതും ഇതൊക്കെയാണ് കാണാൻ സാധിക്കുക, ആൾക്കാരെയൊക്കെയാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ പെട്രോൾ പമ്പിലും തിരക്കാണ്, ഒരു സ്ഥലത്തും തിരക്കില്ലാത്തതായിട്ടില്ല. അപ്പോൾ ഇത് നോർമലാണെന്നുണ്ടെങ്കിൽ ഈ തിരക്കൊന്നും ഉണ്ടാവുകയില്ല. ഇത് ഈ ആളുകൾ ഭയപ്പെട്ട് വണ്ടിയെടുത്ത് വന്ന് ഫില്ല് ചെയ്തിടുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രബിൾ ഉണ്ടാകുമ്പോഴത്തേക്കിനും കേട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മളെല്ലാവരും സാധനങ്ങൾ തീരുമെന്നും പറഞ്ഞുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട്, കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ആവശ്യത്തിന് അനാവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യത്തില്ലേ? അതും ഇതിനകത്തൊരു ഭാഗമാണ്. എന്തായാലും ഇതൊരു എന്താ പറയുക, ഇതൊരു പ്രശ്നമാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഞാൻ ട്രാവൽ ചെയ്യാതെ കട്ട് ഷോട്ട് ചെയ്യും, കാരണം ഇത് ബുദ്ധിമുട്ടാണ്. ശരിക്കും ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന വണ്ടികളാണെങ്കിൽ പോലും അവരൊക്കെ ഇതേപോലെ വന്ന് ക്യൂ നിൽക്കേണ്ടത്. സ്കൂൾ ബസ്, കോളേജ് ബസ്, പിന്നെ മറ്റ് വണ്ടികൾ, ടിപ്പർ ലോറികൾ, ഇതെന്താണ് എല്ലാ വണ്ടികളും ഇതൊക്കെ ഈ പെട്രോൾ പമ്പിൽ കയറാൻ വേണ്ടി ക്യൂ കിടക്കുകയാണ് ഇവിടെ. ഇത് ദ ഹോൾ കൺട്രി സ്ട്രഗ്ലിങ്. എല്ലായിടത്തും പോലീസുകാരും ഉണ്ട്. പോലീസ് കൺട്രോളിലാണ് ഇവിടെ പെട്രോൾ സ്റ്റേഷൻ. ഇല്ലെങ്കിൽ അടിയും ബഹളം ആകത്തില്ലേ? പോലീസ് ജീപ്പൊക്കെ കിടപ്പുണ്ട് അവിടെ, കണ്ടില്ലേ? പോലീസ് കൺട്രോളിലാണ് ഇവിടെ ഫ്യൂവൽ അടിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും പോലീസുകാർ നിന്ന് കൺട്രോൾ ചെയ്യുന്നു. ആളുകളും പിന്നെ കോപ്പറേറ്റീവ് ആണ് കുറേയൊക്കെ കേട്ടോ. ഈ ബൈക്കുകാർ, ഡെലിവറി ബോയ്സ്, ഓട്ടോക്കാർ, ടാക്സിക്കാർ, എല്ലാവരും. അതിനിടയ്ക്കാണ് നമ്മൾ ടൂറിസ്റ്റുകൾ. എന്തൊരവസ്ഥ അല്ലേ? ഞാനിപ്പോൾ കുറുനേഗല എന്ന് പറയുന്ന ഒരു വലിയൊരു ടൗണിലേക്ക് എത്തി. കുറുനേഗൽ അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. കുറുനേഗല നല്ല പേരല്ലേ? കുറുനേഗല വലിയൊരു ടൗണാണ്. വലിയൊരു ടൗണെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു സിറ്റിയാണത്. ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. ചുറ്റും പൊള്ളുവാണ്. എത്ര ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഫീൽസ് ലൈക്ക് 38 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, പൊടിയില്ല, ചൂടാ. ഇല്ല, 36. ഫീൽസ് ലൈക്ക് 38. ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാ. 90 സെക്കൻഡാ സിഗ്നല്. ഈ രാജ്യം മുഴുവൻ പട്ടിണിയിലാണ്. ഇത് എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഇത് ഞാൻ മിക്കവാറും ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. ഏറ്റവും കഷ്ടം തോന്നുന്നതെന്ന് അറിയോ? ഈ ഹെൽമെറ്റും വെച്ചിട്ട് ഈ പൊരി വെയിലത്ത് ഈ ബൈക്കാരിവിടെ ക്യൂ നിൽക്കുന്ന കാണുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. 2 വീലേഴ്സ് ഇത്ര നേരം നിൽക്കണമെന്ന് പറയും. ഞാൻ തന്നെ 1/2 മണിക്കൂറാണ് രാവിലെ ക്യൂവിലിരുന്നത് ഈ വണ്ടിയിൽ, ചൂടത്ത് 1/2 മണിക്കൂർ. ഈ പൊരി വെയിലല്ലേ. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് ഇറങ്ങണ്ടായിരുന്നു, അതായത് ഇങ്ങോട്ട് നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ പോകുന്ന ഒരു നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കി പ്ലാൻ ചെയ്യാം. മൊത്തത്തിൽ ആകെ അനിശ്ചിതത്വത്തിൽ
ശരിയല്ല. ചില പമ്പൊക്കെ ഫ്യൂല് തീർന്നിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആൾക്കാരോടൊപ്പം നിൽപ്പുണ്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കാനായിട്ട്. കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഇനി 48 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ ഏകദേശം ഒരു 130 കിലോമീറ്റർ 140 കിലോമീറ്റർ വരെ ഓടിച്ചു. മതിയായി. ഒന്ന് നടുവ് നിവർക്കണം. പുറകെ പോയിരുന്നൊന്ന് റെസ്റ്റ് എടുത്താലേ ഇനി പോകാൻ പറ്റുള്ളൂ. ഐ ആം ടേക്കിംഗ് റെസ്റ്റ്. കാലൊന്ന് നിവർത്തി വെച്ചപ്പോൾ എത്ര സമാധാനം എന്നറിയോ. പിന്നെ മാത്രമല്ല, പിന്നെ നമുക്ക് വീഡിയോ വന്ന സമയമാണ്. കമൻ്റൊക്കെ നോക്കണം. അയ്യോ, ഇന്ന് ഭയങ്കര ക്ഷീണമായി. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങ് വരികയായിരുന്നല്ലോ, അതുകൊണ്ടാണ്. എനിക്ക് ഉറക്കവും വന്നായിരുന്നു. ഞാൻ പിന്നെ മുഖമെല്ലാം കഴുകി ഇനി പോവാം. ഈ നമ്മുടെ നാട്ടിൽ ഈ ആൽമരങ്ങൾ ഈ പറഞ്ഞ പോലെ പല പല സംഭവങ്ങളാവുന്നത് പോലെ ഇവിടെയും ഈ ആൽമരങ്ങൾ ഇതുപോലെയുള്ള റിലീജിയസ് സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് കംപ്ലീറ്റ് തെങ്ങും തോപ്പുകളായിരുന്നു ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടെ ഇത് ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു ബുദ്ധമതം രാജ്യമാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നമ്മുടെ ഇന്ത്യയിലും ടിബറ്റിലും നേപ്പാളിലും ഒക്കെ കാണുന്ന പോലെയുള്ള ഒരു ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ബുദ്ധിസം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബുദ്ധിസമാണ് നമുക്കിവിടെ ശ്രീലങ്കയിൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം നമുക്ക് പല രീതിയിൽ അറിയാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ ഹിന്ദു ദൈവങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ബുദ്ധൻ്റെ പ്രതിമയും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് രണ്ടും നിൽക്കുന്ന ഒരു റോഡ് സൈഡിലുള്ള ഒരു ആൽമരമാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ശ്രീലങ്കയിൽ തേരാവാദ ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഭൂട്ടാനിലും നേപ്പാളിലും പോകുമ്പോഴത്തേക്കിനും അവിടെ വജ്രയാന ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നത്. ഈ ശ്രീലങ്കയിലും അതേപോലെ തന്നെ കംബോഡിയയിലും തായ്ലൻഡിലും ഇവിടെയൊക്കെ തേരവാദ ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നത്. നേപ്പാളിൽ ഇപ്പോൾ ഈയിടെയായിട്ട് തേരവാദ ബുദ്ധിസം കൂടുതലായിട്ട് പ്രൊമോട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ മുസ്ലിംസിൽ തന്നെ സുന്നി ഷിയ എന്നൊക്കെ പറയുന്ന പോലെ പല വിഭാഗങ്ങളുള്ള പോലെ തന്നെ ഹിന്ദുസിലെ പല വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യാനികളിലെ പല വിഭാഗങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിനകത്തും ഈ പല വിഭാഗങ്ങളുണ്ട്. ബേസിക്കലി അത് അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളും പിന്നെ അവരുടെ ആരാധനാ രീതികളും അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് അതിനകത്തുള്ളത്. വരുന്ന വഴിക്ക് തെങ്ങുംതോപ്പ് കണ്ടപ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ അതിനകത്തോടെ ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഒരു മഡ് റോഡും ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്താണിത്, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നോക്കട്ടെ എന്താ പരിപാടി എന്നുള്ളത്. ഇഷ്ടംപോലെ തെങ്ങുകൾ, ഇത്രയും നേരം കാണാത്ത തെങ്ങുകളാണ് ഇവിടെ ഇഷ്ടംപോലെ കണ്ടുകൊണ്ടിരുന്നത്. തെങ്ങും തോപ്പുകൾ ഭയങ്കര രസമല്ലേ. ഇത് കിലോമീറ്റർ കണക്കിന് ദൂരം തെങ്ങും തോപ്പുകളാണ്. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ അതേപോലത്തെ ഒരു തെങ്ങും തോപ്പ് കണ്ട. മാറുപട്ടി പട്ടികൾ അവർ വിചാരിക്കും ആരോടാ ഞങ്ങളെ ശല്യം ചെയ്യാൻ വണ്ടി കൊണ്ട് ഈ വഴിക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോഴും ഇങ്ങനത്തെ മഡ് റോഡുകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും പഞ്ചായത്ത് റോഡുകളാണേലും എല്ലാം ടാർ ചെയ്ത് ഇട്ടിട്ടുള്ളതല്ലേ. നമ്മൾ ശരിക്കും ഇതുപോലത്തെ മഡ് റോഡുകൾ എവിടെയൊക്കെ കണ്ടിട്ടാണ്. നമ്മൾ ഫിജിയിലൊക്കെ പോയ സമയത്ത് എന്തോരം മഡ് റോഡുകളായിരുന്നു. ആ ചെറിയൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ പല റോഡുകളും ചെയ്യാതെ ടാർ ചെയ്യാതെ ഇട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുമായിരുന്നു. ഗ്രാമങ്ങളിലോട്ട് കയറി ഗ്രാമങ്ങളിലെ വീടുകളൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെ കേട്ടോ എല്ലാം. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യത്ത് വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു പട്ടിണിയോ ദാരിദ്ര്യമോ ഒരു ചേരിയോ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ശ്രീലങ്ക ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്. ഇവിടുത്തെ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി. പക്ഷെ അതും നമുക്കിവിടെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ എനിക്ക് കാണാൻ പറ്റില്ല. ആകെ കാണുന്നത് ഇന്ധനക്ഷാമവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് വിലക്കയറ്റമൊക്കെ ഉണ്ട്. അതല്ലാതെ അതിലുപരിയായിട്ട് ഒരു സംഭവങ്ങളും ഞാൻ എവിടെയും കണ്ടില്ല. പിന്നെ നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല വൃത്തിയാണ്. അലമ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ വഴിയിലൂടെ കുറച്ച് പോയപ്പോഴാണ് ഓർത്തത് ശരിയാകത്തില്ല, ഇന്ധനക്ഷാമമുള്ള സ്ഥലമാണ്. ഇവിടെ ഇന്ധനം കിട്ടാനില്ല, എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കത്തിച്ച് കളയാനില്ല എന്നുള്ള കാര്യം പിന്നീടാണ് ബോധം വന്നത്. നല്ല രസമുണ്ടല്ലേ, കാട് പോലത്തെ ഒരു സ്ഥലം. ഇത് ഞങ്ങൾ എരുമേലിയിലേക്ക് പോകുന്ന വഴി, റാന്നിന്ന് എരുമേലി പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട്. ശരിക്കും ഭയങ്കര രസം കേട്ടോ. പെട്ടെന്നാണ് തെങ്ങുംതോപ്പ് മാറിയിട്ട് കാട് പോലത്തെ ഒരു സ്ഥലമായത്. കണ്ടില്ലേ, ഇത് രസമല്ലേ. ഒരു പ്രത്യേക മണവും എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുള്ള മരങ്ങളാണെന്ന് തോന്നുന്നു. സ്വർണത്തെക്കാൾ വിലയുള്ള ആ സാധനവുമായി പോകുന്ന വണ്ടി ഗൈസ്. അവർക്കൊക്കെ ഇപ്പം എന്നാ ഡിമാൻഡ് ആയിരിക്കും അല്ലേ.
അല്ലേലും അതങ്ങനെ. ശരിക്കും ഇന്ധനത്തിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല ഗൈസ്. അതായത് ഇപ്പം ചിലർ പറയും ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന്. പക്ഷേ ഈ ഇന്ധനം കത്തിച്ച് ഇലക്ട്രിക് വണ്ടി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അവരെന്ത് ചെയ്യും? ഇന്ധനം ഇല്ലെങ്കിൽ ഇന്ധനം ഇല്ല. ഇന്ധനത്തിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. എന്നാലോചിച്ചേക്ക്, ഇന്ധനം ഒന്നും കിട്ടുന്നില്ല, വണ്ടികളൊന്നും ഓടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്തംഭിച്ചു പോവില്ലേ? ലോകം സ്തംഭിച്ചു പോവില്ലേ? വിമാനങ്ങൾ ഓടുന്നില്ല, വിമാന ടിക്കറ്റൊക്കെ റേറ്റൊക്കെ കൂടി, ട്രെയിൻ ഓടുന്നില്ല, ബസ് ഓടുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആലോചിക്കാൻ പോലും വയ്യ. ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നിർത്തിയതാണ്. ഇവിടെ ഭക്ഷണം കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ആരുമില്ല. Hey, you have food? No food? No. Okay. No fried rice, no biryani. Pagastino. Huh? എന്താണ് മനസ്സിലായില്ല? ഇവിടെ ആരുമില്ല. Oh, you have rice and curry also? Okay. I take rice and curry. Yeah. ഇവരുടെ ഫിഷ് കറി ഒക്കെ കണ്ടോ? എനിക്ക് ഫിഷ് ഫ്രൈ വരട്ടോ. ഫിഷ് ഫ്രൈ ഈ സാധനമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മീൻ വറുത്ത് ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ എന്തിനാണോ സാധനം? പയറ്. എന്താണെന്നറിയില്ല. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. പരിപ്പ്, ഇത് മീൻ വറുത്തത്, ചിക്കൻ കറി, കുറേ ചോറും കറിയും സാധനങ്ങളെല്ലാം എടുത്ത്, പിന്നെ ഫിഷ്. ഇതൊന്ന് ഫിഷ് ഫ്രൈ ഉണ്ടോ? ഇങ്ങനെയാണ് ഇവർ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഇത് എന്ത് ഫിഷാണെന്ന് എനിക്കറിയത്തില്ല. നല്ല കണ്ടിട്ട് കുഴപ്പമില്ല, വറുത്ത് വെച്ചിരിക്കുന്നതാണ്. പറ്റും. ഫിഷ് ഓക്കെ കുഴപ്പമില്ല. ഈ പറഞ്ഞാൽ വലിയ നമ്മുടെ അത്ര വലിയ മസാല അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരുടെ കറികളൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല കിട്ടുന്ന ടേസ്റ്റാണ്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. കിട്ടില് ഫുഡ്. ഇന്ന് ഭക്ഷണം കഴിപ്പൊക്കെ നടക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത്. അതിന് പ്രശ്നമൊന്നുമില്ല. ഇന്ധനം മാത്രമാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ കഴിച്ച ഫിഷ് കറി, ഫിഷ് ഫ്രൈയും പിന്നെ മീൽസും എല്ലാം കൂടെ ചേർത്ത് എത്രയായിരുന്നു? 800 രൂപ ഇവിടുത്തെ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 250 രൂപ. ചെറിയ ശ്രീലങ്കൻസും കേരളം മലയാളികളും ഒത്തിരി സിമിലറാട്ടോ പല കാര്യത്തിലും. ഇവരത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഇവരെല്ലാവരും എന്ന് നമുക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ഭാഷയെങ്കിലും ഇംഗ്ലീഷെങ്കിലും സംസാരിക്കുന്നുണ്ട് പല ആൾക്കാരും. അവർക്ക് മനസ്സിലാവുന്നെങ്കിലും ഉണ്ട് പ്രത്യേകിച്ച് പുതിയ ജനറേഷനൊക്കെ. നമ്മളെപ്പോലെ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് ഇവർ. ഞാൻ എത്താറായപ്പോഴത്തേക്കിനും എൻ്റെ ഒരു കട്ട കുറഞ്ഞു. ഇനി ആ കട്ട ഞാൻ എവിടെ കൊണ്ടുപോയി നിറയ്ക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. വരുന്ന വഴിക്ക് ദാമ്പുള്ള എന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞു. ദാമ്പുള്ള് അവിടെ 3 പമ്പുണ്ടായിരുന്നു. 3 പമ്പിൽ ഒരെണ്ണം അടഞ്ഞ് കിടക്കായിരുന്നു. ഒരു പമ്പിൽ ഒരു കിലോമീറ്ററോളം ക്യൂ ഉണ്ടായിരുന്നു. മറ്റേ പമ്പിൽ പെട്രോളില്ല, ഡീസൽ മാത്രം. അതും ഈ പറഞ്ഞ പോലെ 1 കിലോമീറ്ററോളം ക്യൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ മൊത്തത്തിൽ. നമ്മൾ മിക്കവാറും കൂട്ടിക്കെട്ടേണ്ടി വരും കേട്ടോ. ഞാൻ വണ്ടി പിന്നെ നമുക്ക് എവിടെ വേണം റിട്ടേൺ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. എക്സ്ട്രാ എന്തെങ്കിലും പേയ്മെൻറ്റ് വരും, അത്രേ ഉള്ളൂ. വണ്ടി മിക്കവാറും ഞാൻ എവിടെയെങ്കിലും കൊണ്ട് റിട്ടേൺ ചെയ്യുന്ന പരിപാടി നോക്കും, നടപടിയാവില്ല. അടുത്ത സ്ഥലം എത്തിയപ്പോഴത്തേക്കിനും അവിടെയും ക്യൂ. ഇവിടെ പിരിച്ച് കുറവുണ്ട് കേട്ടോ ക്യൂ. ഇവിടെ കയറി കിടന്ന് അടിച്ചാലോ? ഇവിടെ ഇല്ല, പെട്രോൾ ഇല്ല, തീർന്ന്. ഇവിടെ തീർന്നു. അങ്ങനെ നമ്മൾ സിഗിരിയ എത്തി. സിഗിരിയ ആക്ച്വലി നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ 2 തവണ വന്നിട്ടുണ്ട്. ഞാനും അബിയും കൂടെ വന്ന സമയത്ത് വന്ന് ആ മലയുടെ മേളിൽ കയറിയിട്ടുണ്ട്. ഞാനും ശ്വേതയും കൂടെ ഹണിമൂണിന് വന്ന സമയത്തും ഞങ്ങൾ 2 പേരും കൂടെ ആ മലയുടെ മേളിൽ കയറിയിട്ടുണ്ട്. ഭയങ്കര രസമുള്ള രാവണൻ്റെ കോട്ട എന്നൊക്കെ പറയാവുന്ന ഒരു കിട്ടില്ല മലയാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഈ ഓട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് ഇട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല, ജാഫ്ന മറ്റേ തലൈമന്നാർ വരെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം അത്ര ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ദൂരം ഇവിടെയാണ്. അതാണ് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതാണ് ഞാൻ താമസിക്കാൻ തിരഞ്ഞെടുത്ത ഒരു ഹോം സ്റ്റേ. പാഡി ബ്രീസ് ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. 2000 രൂപയ്ക്കാണ് കേസ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്. 2000 രൂപ ഓൺലി ഫോർ എ വീട്. ഒരു വീട് 2000 രൂപ ഓൺലി ഒരു ദിവസം. മിക്കവാറും കുറച്ച് ദിവസം കൂടെ നിൽക്കേണ്ടി വരും. അവിടെ ദിസ് ഈസ് യുവർ ഹൗസ്. യു സ്റ്റേ ഹിയർ. ഓക്കെ ഗൈസ്, ഇത് ഹോം സ്റ്റേ ആണ്. ഇവർ താമസിക്കുന്ന വീടാണിത്, മനസ്സിലായോ? അതാണ് സംഭവം. ഇവർ താമസിക്കുന്ന വീടാണിത്. അപ്പോൾ ഇവിടെ കുറേ പട്ടികളുണ്ട്. ഇത് 1 പട്ടി 1, പട്ടി 2, പട്ടി 3. പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി പട്ടികളാണ്. നമ്മൾ ഇവിടെ ഫിജിയിൽ കണ്ട പോലത്തെ പട്ടിയല്ല. സോ ഇതാണ് ഗസ്റ്റിന് കൊടുക്കുന്ന മുറി. പിന്നെ വേറൊരു മുറിയും കൂടെ ഉണ്ട്. അതാണ് അവർ ഗസ്റ്റിന് കൊടുക്കുന്ന മുറി. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
ആദ്യമായിട്ട് നമുക്ക് ശ്രീലങ്കയിൽ വന്നിട്ടൊരു ശ്രീലങ്കൻ ഫാമിലിയുടെ കൂടെ താമസിക്കാൻ പറ്റി. അതാണ് സംഭവം. ഇത് നെൽപ്പാടങ്ങളാണ് അപ്പുറത്ത് കണ്ടില്ല, അതാണ് പാഡി വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് ബാക്കിൽ മൊത്തം നെൽപ്പാടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്യോർ വില്ലേജ്, ഒരു വില്ലേജ് ആംബിയൻസിലുള്ള ഒരു വീട് കണ്ടില്ലേ. ഇഷ്ടംപോലെ നെൽകൃഷിയുണ്ട്. നെല്ലൊക്കെ തണ്ട് തളർത്ത് നിൽക്കുന്നത് കണ്ടോ നോക്കി. കുറച്ച് നെല്ലൊക്കെ ഇങ്ങനെ ആയി വിളഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂത്ത് കഴിഞ്ഞിട്ട് എന്തായാലും പറയുന്നത് നെൽക്കതിർ എന്തായാലും പറയുന്നത്, അതിൻ്റെ ഒരു വാക്ക് പറയുമല്ലോ. സോ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് വാക്ക്. സോ എന്തായാലും നല്ലൊരു കിഡിലൻ ആംബിയൻസിലുള്ള ഒരു കിഡിലൻ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. നൈസ് അല്ലേ. ഇവിടെയുള്ള പല ആളുകളും ഇതുപോലെ ഹോം സ്റ്റേ നടത്തുകയാണ്. ആ വീട്ടിൽ ഏതെങ്കിലും 2-3 മുറികളൊക്കെ ഉണ്ടാവും, എക്സ്ട്രാ പണിത മുറികളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ ഇങ്ങനെ ഗസ്റ്റിന് കൊടുക്കും. കാരണം ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണല്ലോ. ചെറിയ ചെറിയ രീതിയിലുള്ള സംഭവങ്ങൾ കണ്ടില്ലേ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ഇതാണ് 2000 രൂപയുടെ എൻ്റെ മുറി. ഞാനിവിടെ വന്ന ഉടനെ എനിക്ക് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അപ്പോൾ തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ ഇവരുടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയുള്ള പുറത്ത് തന്നെയുള്ള ഒരു മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലൈക്ക് ദിസ് ഈസ് റിയലി നൈസ് അല്ലേ. ലൈക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഹോം സ്റ്റേ, ഒരു ടിപ്പിക്കൽ ഹോം സ്റ്റേ. ഇതാണ് ഹോം സ്റ്റേ. ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ അവിടെ താമസിക്കുന്നുണ്ടാവും, അതായിരിക്കും ഹോം സ്റ്റേ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് സർവീസ് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഈ ഒരു വില്ലേജ് മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിവിടെ അടുത്തൊരു ആയുർവേദിക് മസാജ് സെൻ്റർ ഉണ്ട്, ഞാനൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒടിഞ്ഞ് നടന്ന് വണ്ടി ഓടിച്ച് തോളൊക്കെ പോയി. അപ്പോൾ പിന്നെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. നല്ല കിഡിലൊരു ഗ്രാമഭംഗി തുളുമ്പുന്ന സ്ഥലം. രാത്രി ആയപ്പോഴത്തേക്കിനും പുറത്ത് അതിഭയങ്കരമായിട്ടുള്ള മഴ ഉണ്ടോ, എന്താണെന്നറിയാം. എത്ര നേരം ഇടിവെട്ടി മഴയായിരുന്നു. ഇടിവെട്ടി എന്ന് പറഞ്ഞാൽ ഇടിവെട്ടി മഴയായിരുന്നു, അതുപോലെ മഴയായിരുന്നു. ഞാനൊരു മസാജൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഒരു കുളിയെല്ലാം പാസ്സാക്കി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകാം എന്നിരുന്നിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ തുണിയെല്ലാം ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പകുതി ഉണങ്ങിയായിരുന്നു, എന്നാൽ വൈകിട്ടായപ്പോഴത്തേക്കിനും മഴ പെയ്തപ്പോഴത്തേക്കിനും പിന്നെ എടുത്തുകൊണ്ട് പോയായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്, അതിവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരും. എല്ലാ വീട്ടിലും ഒരു ബൈക്കുള്ള പോലെ തന്നെ ഇവിടെ എല്ലാ വീട്ടിലും ഒരു ഓട്ടോയും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ കാർ ഭയങ്കര എക്സ്പെൻസീവാണ്. സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിൽ നമുക്കൊരു സാധാരണക്കാരൻ്റെ ഒരു ആൾട്ടോയോ സെലറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുഞ്ഞു വണ്ടിയെങ്കിലും വാങ്ങാൻ പറ്റില്ലേ. പക്ഷേ ഇവിടെ അത് പറ്റില്ല. അത് ആ വണ്ടി പോലും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ ഒരു പ്രൈസയ്ക്ക് ഇവിടെ കിട്ടുന്നത് ഓട്ടോ ആണ്, ടുക്ടുക്കാണ്. അതാണ് എല്ലാവരും ടുക്ടുക്ക് വാങ്ങുന്നത്. ഞാൻ കുളിച്ചിട്ട് വരാം. രാവിലെ എനിക്ക് ആ വീട്ടുകാരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്ന കണ്ടോ നോക്കി. ഇവിടെ ഇത് കണ്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ്. എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. പിന്നെ രാവിലെ തുണിയൊക്കെ ഉണക്കാനിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു മുട്ട, പിന്നെ വാട്ടർമെലൺ, പിന്നെ ബ്രെഡ്, പഴം, പിന്നെ ചായ എന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ എന്താണേലും അവർ തന്നല്ലോ. ലൈക്ക് ഇതാകെ കൊടുത്ത് 2000 രൂപയാണ് ഇവിടെ താമസിക്കാനായിട്ട് ഒരു ദിവസത്തേക്ക്. അല്ല എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തു തരുന്നത് അല്ലേ.